ഇപ്പോൾ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ചില കാര്യങ്ങൾ ഇതിന് സഹായകരമായിട്ടുള്ളതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ തുടക്കം കുറിച്ചതും ആലോചനയ്ക്ക് തുടക്കം കുറിച്ചതും ഈ സർക്കാർ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി രൂപം നൽകിയ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളതുമായ ഒരു കാര്യമാണ് നേരത്തെ ചീഫ് സെക്രട്ടറി പറഞ്ഞ 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി. ഇത് പുതിയ കാലത്തിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. കോവിഡ് വന്നപ്പോൾ നമുക്കൊട്ടേറെ വിഷമങ്ങൾ നമുക്കും രാജ്യത്തിനും ലോകത്തിനും സൃഷ്ടിച്ചു. ഏത് ഘട്ടത്തിലും ആ സാഹചര്യത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് മനുഷ്യൻ ശ്രമിക്കുക. അതിൻ്റെ ഭാഗമായി കോവിഡ് മൂർധന്യദശ വന്നപ്പോൾ തൊഴിൽ സമ്പ്രദായങ്ങളിൽ തന്നെ മാറ്റങ്ങൾ വന്നു. തൊഴിൽ സമ്പ്രദായം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ തൊഴിലിന് ഒരു ഓഫീസിലേക്ക് പോവുകയാണ്, ഒരു കെട്ടിടത്തിലേക്ക് പോവുകയാണ്. വീട്ടിലിരുന്നു കൊണ്ടുള്ള തൊഴിലല്ല സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. എല്ലാ വ്യത്യസ്ത മേഖലകളിലുള്ള തൊഴിലെടുക്കുന്നവരും അതത് മേഖലയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നാണ് തൊഴിലെടുക്കാറ്. കോവിഡ് വന്നപ്പോൾ അതിന് സാധിക്കുന്നില്ല. അപ്പോഴാണ് വർക്ക് ഫ്രം ഹോം എന്ന രീതി തുടങ്ങിയത്. വർക്ക് ഫ്രം ഹോം സർക്കാർ സംവിധാനത്തിലൊന്നും ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു നേരത്തെ. പക്ഷേ സർക്കാർ സംവിധാനത്തിൽ പോലും അത് നടപ്പായി. ഇതോടൊപ്പം വീട്ടിനകത്തുള്ള തൊഴിലും വീട്ടിനകത്തിരുന്നുള്ള തൊഴിലും വീട്ടിനടുത്ത് ഇരുന്നുള്ള തൊഴിലും എന്നൊരാശയവും വന്നു. അപ്പോൾ അതുമായി വിവിധ സ്ഥാപനങ്ങൾ പൊരുത്തപ്പെടുന്ന നില വന്നു. നാം മലയാളികൾ അന്താരാഷ്ട്ര തലത്തിൽ ജോലിയെടുക്കുന്നവരാണ്. വിവിധ രാജ്യങ്ങളിൽ മലയാളി സാന്നിധ്യമുണ്ട്. മികവുറ്റ രീതിയിൽ തന്നെയുള്ള തൊഴിലേർപ്പെടുന്നവരാണ്. ആ കാര്യത്തിലുള്ള കഴിവും പ്രാഗൽഭ്യവും പൊതുവെ അംഗീകരിക്കപ്പെട്ടതുമാണ്. ഇത് വന്നപ്പോഴാണ് ഒരു പുതിയ ആലോചന വന്നത്. ഈ അവസരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഇപ്പോൾ നാട്ടിലെ വീടുകളിൽ നോക്കിയാൽ നല്ല അഭ്യസ്തവിദ്യരായ പലരും തൊഴിലില്ലാതെ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഒരു വിഭാഗം എന്ന നിലക്ക് കൂടുതൽ എടുത്താൽ സ്ത്രീകളെയാണ് അങ്ങനെ കാണാൻ കഴിയുക. നല്ല യോഗ്യത നേടിയവരായിരിക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ചിലർ ജോലി വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്.
കുഞ്ഞ് പിറന്നപ്പോൾ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ആ കാര്യം ആലോചിച്ച് തൊഴിൽ വേണ്ടാന്ന് വെച്ചവരുണ്ട്. ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ ഉള്ള തൊഴിൽ ഉപേക്ഷിച്ചവർ, പഠനം കഴിഞ്ഞ് തൊഴിലിന് പോകാത്തവർ, ഇങ്ങനെ ധാരാളം ആളുകൾ സ്ത്രീകളെന്ന നിലക്ക് നമ്മുടെ വീടുകളിലുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ യോഗ്യതക്കനുസരിച്ചുള്ള തൊഴിലിന് അവസരം ലഭിച്ചാൽ അവർ തൊഴിലെടുക്കാൻ തയ്യാറാണ്. ഈ പുതിയ സാഹചര്യം നമുക്ക് ഉപയോഗിച്ചുകൂടെ? ധാരാളം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളുള്ളതുകൊണ്ട് തന്നെ ആ അവസരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കിയത്. ഈ പറഞ്ഞ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരായിട്ടുള്ളവരും നല്ലതുപോലെ തൊഴിലില്ലാത്തവരുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ളത് മാത്രമല്ല, രാജ്യത്തും രാജ്യത്തിന് പുറത്തുമുള്ള വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നവർ നാട്ടിലുണ്ട്. അത്തരം ആളുകളെ തൊഴിൽ സജ്ജരാക്കുക, അവർക്ക് ലഭിക്കാവുന്ന തൊഴിൽ നേടിയെടുക്കാനുള്ള സൗകര്യമുണ്ടാക്കുക. ഒരു സംവിധാനം ഒരു ഭാഗത്ത് അതിനു വേണ്ടി ഉണ്ടാക്കുകയാണ്. ആ സംവിധാനം നമ്മുടെ ലോകത്താകെയുള്ള വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടും. ഏത് മേഖലയിൽ എത്ര തൊഴിലുകളാണ് ഇങ്ങനെ ലഭ്യമാകാനുള്ളത്? ഒരു പ്രശ്നം വരും, ആ തൊഴിലിന് ആവശ്യമായ പരിശീലനം നേടിയിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത മാത്രം പോരാന്ന് വരും. വിദ്യാഭ്യാസ യോഗ്യതയോടൊപ്പം ഏത് തൊഴിലിലാണോ ഏർപ്പെടേണ്ടത് ആ തൊഴിലിനാവശ്യമായ പരിശീലനം നേടണം. അപ്പം അതാണ് നൈപുണ്യ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ടത്. ഇപ്പം നേരത്തെ നൈപുണ്യം സമ്പാദിച്ചവരായാലും, അതായത് നേരത്തെ ഒരു ജോലി എടുത്തവർ, അവർക്കറിയാ കാര്യങ്ങൾ, പക്ഷെ വർഷങ്ങളായി അവർ തൊഴിലില്ല, അവരതുമായി ബന്ധം വിട്ടിരിക്കുന്നു. അപ്പോൾ അവർ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കണം, പുതിയ പരിശീലനം നേടണം. അപ്പോൾ അതിനുള്ള അവസരം ഒരുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നൈപുണ്യ പരിശീലനം ഇതിൻ്റെ കൂടെ വേണ്ടി വരും. എത്ര കണ്ട് തൊഴിൽ സാധ്യതയാണോ വരുന്നത് അതിനനുസരിച്ചുള്ള നൈപുണ്യ പരിശീലനം വേണ്ടി വരും. നൈപുണ്യ പരിശീലനത്തിൽ ഭാഷാപരിജ്ഞാനവും പ്രധാന ഘടകമാണ്. വ്യത്യസ്ത ഭാഷകൾ ചിലപ്പോൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. പൊതുവെ ഇംഗ്ലീഷ് അറിയാവുന്നവരാണെങ്കിലും ഇംഗ്ലീഷ് ചിലപ്പോൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ടാവും. മറ്റ് പല രാജ്യങ്ങളിലും ഇംഗ്ലീഷ് പോരാതെ വരും. ഇപ്പോൾ ജപ്പാനായാലും ജർമ്മനി ആയാലും ഫ്രാൻസായാൽ തന്നെയും ഒട്ടനേകം രാജ്യങ്ങൾ അവരവരുടേതായ ഭാഷയാണ്. അപ്പോൾ ആ ഭാഷയിൽ പരിജ്ഞാനം നേടലും പ്രധാനമാണ്. ഇത്തരത്തിലുള്ള പരിശീലനം നൽകൽ ഇത് വളരെ പ്രധാനമാണ്. ഇവിടെ വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിലവസരങ്ങളുണ്ടോ എന്ന് നോക്കുന്നതിന് സംസ്ഥാനം ചുമതലപ്പെടുത്തിയത് KDISCനെയാണ്. അതിൻ്റെ ഭാഗമായി ചില ബന്ധപ്പെടലുകൾ നടന്നിട്ടുണ്ട്.
ഇതിനകത്ത് ഒരു പോർട്ടൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ പോർട്ടലിനകത്ത് തൊഴിൽ രഹിതരായവർ രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ തൊഴിൽ ആഗ്രഹിക്കുന്നവർ രജിസ്റ്റർ ചെയ്യണം, ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ടവർ. അപ്പോൾ അവരുടെ മുഴുവൻ വിശദാംശവും അതിലുണ്ടാവും. അപ്പോൾ ലഭ്യമാകാനിടയുള്ള തൊഴിൽ എത്രയാണ്, ഏത് തരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ അതിന് യോഗ്യതയുള്ളവരെ ഈ പോർട്ടലിൽ നിന്ന് ഇത്രയും ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അറിയിക്കാനാകും. അപ്പോൾ പോർട്ടലിലുള്ള അത്രയും ആളുകളുടെ പേരുകൾ അങ്ങോട്ട് കൊടുക്കുന്നു. അവരിൽ നിന്ന് ആ സ്ഥാപനത്തിന് ആവശ്യമായത്ര ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ കഴിയും. റിക്രൂട്ട് ചെയ്ത് തൊഴിൽ ആ സ്ഥാപനം ഉള്ളിടത്തല്ല, ഈ ഉദ്യോഗാർത്ഥിയുള്ള വീട്ടിൽ നിന്ന് എടുക്കുന്ന നിലയാണ് വരിക. അതല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ വീട്ടിനടുത്ത് എന്ന തരത്തിൽ ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അവിടെ വെച്ച് തൊഴിലെടുക്കുന്ന നില വരും. ഈ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കുറേ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ രജിസ്റ്റർ ചെയ്തവർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്നത് ഏറ്റവും പ്രധാനമായി തന്നെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. മുഴുവൻ ആളുകളുടെയും രജിസ്ട്രേഷൻ നടന്നതിന് ശേഷം കാര്യങ്ങൾ ആരംഭിക്കുക എന്നുള്ളതല്ല. ഇപ്പോഴെത്രയാണോ ഉള്ളത് അവരെ വെച്ചുകൊണ്ട് ഈ കാര്യത്തിലേക്ക് കടക്കുക, തൊഴിൽ നൽകുന്ന നടപടിയിലേക്ക് കടക്കുക. എത്ര പേർക്കാണോ, 100 പേർക്കാണോ, 1000 പേർക്കാണോ, അല്ല 10,000 പേർക്കാണോ, എത്രയാണോ സാധിക്കുന്നത് അത്ര സാധിക്കട്ടെ. ആ തരത്തിൽ തൊഴിൽ നൽകാനുള്ള സംവിധാനമൊരുക്കാനാണ് ഇപ്പോൾ നടപടികളെടുക്കുന്നത്. 20 ലക്ഷം ഒന്നിച്ച് തൊഴിൽ കൊടുക്കലല്ലാലോ, പടിപടിയായിട്ടല്ലേ വരിക. അങ്ങനെ വരുമ്പോൾ അതൊരു പുതിയ രീതിയായിട്ട് വരും. ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യത്തിൽ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ വിവിധ രാജ്യങ്ങളിലെ പ്രധാനികൾ പങ്കെടുക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ വിജയിച്ച വ്യവസായികൾ കൂടിയാണ്. ധാരാളം പേർക്ക് ഇപ്പോൾ തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ അവരുടെ മേഖലയിലുള്ള, വ്യവസായ മേഖലയിലുള്ള ഒട്ടേറെ സ്ഥാപനങ്ങളുമായും സ്ഥാപന മേധാവികളുമായും ബന്ധമുള്ളവരുമാണ്. അവരോടെല്ലാം ഈ ഘട്ടത്തിൽ ഒരഭ്യർത്ഥന മാത്രമേ നടത്താനുള്ളൂ. നമ്മുടെ നാട് ഇത്തരമൊരു സൗകര്യമൊരുക്കുകയാണ്. അപ്പോൾ അതത് മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ എത്ര കണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് നൽകാനാകും, ആ ഒരു പ്രവർത്തനം, അതിനുള്ള മുൻകൈ നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് വ്യക്തിപരമായി ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എത്രയാണോ അത്രയാവട്ടെ. ഇപ്പോൾ ഒരാൾ വിചാരിച്ചാൽ ചിലപ്പോൾ ഒരു കൈവിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആവട്ടെ, കൂടുതലായാൽ കൂടുതലാവട്ടെ. ഏതായാലും ഒന്നായാൽ പോലും അത് ഒന്നാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളിക്കളയേണ്ട. ആകാവുന്ന രീതിയിൽ നിങ്ങളുടെ കഴിവും ശേഷിയും ഇതിനായി ഉപയോഗിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.
അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നാം ആഗ്രഹിക്കുന്നത്. ഇതിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒട്ടേറെ ആളുകൾ ഇപ്പം തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ പഠിച്ചവരുണ്ട്, കേരളത്തിൽ പഠിച്ചവരുണ്ട്, കേരളത്തിന് പുറത്ത് പോയി പഠിച്ചവരുണ്ട്. കേരളത്തിന് പുറത്തുള്ളവരെ അടക്കം കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ തുടങ്ങുന്നതിനെക്കുറിച്ച് നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളായ മലയാളി വ്യവസായ പ്രമുഖർ ആലോചിക്കേണ്ട ഘട്ടം കൂടി വരികയാണ്. ആ രീതിയിലുള്ള ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് ആവശ്യമായി വരികയാണ്. അതോടൊപ്പം കേരളത്തിൻ്റെ വികസനത്തിനുതകുന്ന മറ്റൊട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ കോവിഡിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു, മെല്ലെ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ചാർട്ടേഡ് ഫ്ലൈറ്റ് ടൂറിസ്റ്റുകൾക്ക് അനുവദിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. അധികം താമസിയാതെ തന്നെ സാധാരണഗതിയിൽ വിസ അനുവദിച്ചു തുടങ്ങുമെന്നും വാർത്തകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട് അതിനനുസരിച്ച് സജ്ജമാകേണ്ടതുണ്ട്. അതിനാവശ്യമായ കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. അതോടൊപ്പം ടൂറിസം രംഗത്ത് ഏറ്റവും അധികം കേരളത്തിന് സാധ്യതയുള്ള ഒന്നാണ് ആരോഗ്യമേഖല. പലരും ഇവിടെ ആരോഗ്യരംഗത്തെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വരാൻ തയ്യാറാകുന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇപ്പോഴുണ്ട്. ഉള്ളത് മെച്ചപ്പെടണം. മെച്ചപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്, അത് കൂടുതൽ മെച്ചപ്പെടണം. അതോടൊപ്പം ഏറ്റവും ഉയർന്ന നിലയിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാവുകയും വേണം. ഈ തരത്തിൽ നാടിൻ്റെ അഭിവൃദ്ധിക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക, ആ രീതിയിൽ നിങ്ങളുടേതായ പങ്ക് വഹിക്കണം എന്നാണ് ഇതിൽ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ ഇന്നെന്തെങ്കിലും അസൗകര്യം കൊണ്ട് പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്ന ആളുകളോട്, വ്യവസായ പ്രമുഖരോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം വിപുലമായ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ അത് വലിയ തോതിൽ കേരളത്തിൽ ആരംഭിക്കാൻ സർക്കാർ തന്നെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇന്നുള്ളതിനെ കൂടുതൽ മെച്ചപ്പെടുത്തും. അതോടൊപ്പം പുതിയ സംരംഭങ്ങൾ ആവശ്യമായ രീതിയിൽ പടുത്തുയർത്താനുമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തൊഴിലാഗ്രഹിക്കുന്ന ഒട്ടേറെ പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ തൊഴിലവസരം ലഭ്യമാകുക എന്നുള്ളത് മാത്രമല്ല, വിദേശത്ത് തൊഴിലെടുക്കാൻ പോകുന്ന ധാരാളം പേർ നമുക്കുണ്ട്. നേരത്തെ ഒരു ഭാഗ്യപരീക്ഷണം പോലെ വിദേശത്ത് പോകുന്നതായിരുന്നു. ഇന്നതല്ല. അവരവരുടെ യോഗ്യതക്കനുസരിച്ചുള്ള തൊഴിൽ ലഭ്യമാകുമ്പോൾ വിദേശത്ത് പോകുന്നവരാണ് നല്ലൊരു പങ്ക്. അപ്പോൾ അത്തരത്തിലുള്ള തൊഴിലവസരങ്ങൾ തേടിയുള്ള പോക്ക് ഇനിയും ഉണ്ടായി എന്ന് വരും. അതിനാവശ്യമായ യോഗ്യത സമ്പാദിക്കുക, അതിന് സംസ്ഥാനമെന്ന നിലക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക. ഇതുകൂടി
ഇവിടെ ഉദ്ദേശിക്കുകയാണ്. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഈ കാര്യങ്ങൾക്ക് ഉണ്ടാവണം. നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നം. ആ തൊഴിൽ നല്ല രീതിയിൽ ലഭ്യമാക്കുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കാര്യത്തിൽ നിങ്ങളുടേതായ അനുഭവം വെച്ചുകൊണ്ടുള്ള ആശയം കൈമാറാനുണ്ടാവും. ആ ആശയം നിങ്ങളിവിടെ പ്രകടിപ്പിക്കണം. നമുക്ക് ഒന്നിച്ച് നമ്മുടെ നാടിനെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർത്താനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഓവർസീസ് എംപ്ലോയീസ് കോൺഫറൻസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുന്നോട്ടുള്ള ദിശാബോധത്തിൽ, വികസനത്തിൻ്റെ ദിശാബോധത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടിരിക്കുന്ന മേഖലകളാണ് വിദ്യാഭ്യാസവും തൊഴിൽ മേഖലയും. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും സ്കിൽ ഡെവലപ്മെൻറ്റ് കാര്യത്തിലാണെങ്കിലും കേരളം വലിയൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അത് മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ആളുകളാണ്. 15 മില്യൺ ആളുകളോളം കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന വലിയ ഒരു ജനസമൂഹം. ലോകത്തിന് തന്നെ ആവശ്യമായ സ്കിൽസ്, അതുപോലെ തന്നെ വൈദഗ്ധ്യം, തൊഴിൽ വൈദഗ്ധ്യം ഇത് നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ ഹെൽത്ത്, ആരോഗ്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസം, IT ഇങ്ങനെ പല മേഖലകളിൽ മലയാളികൾ, കേരളീയർ അവരുടെ കഴിവ് എല്ലാ സ്ഥലങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. പുറത്ത് കേരളീയരെക്കുറിച്ച് വളരെ ബഹുമാന്യമായ ഒരു സ്ഥാനം വിവിധ രാജ്യങ്ങളിൽ, കേരളത്തിന് പുറത്തുള്ള വിവിധ സ്ഥലങ്ങളിൽ നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുമുണ്ട്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്തിലെ സ്ഥിതിവിശേഷങ്ങൾ മാറി വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്കിൽ സെറ്റ്, ഒരു വൈദഗ്ധ്യം അത് നേടുന്ന കാര്യത്തിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. കേരളത്തിന് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻ്റാണ്. ഇന്ത്യയിലെ മീഡിയൻ ഏജ് 29, കേരളം അതിനേക്കാളും ഒരു വർഷം കൂടി കൂടുതലുണ്ട്, 30. പക്ഷേ ചില വിദേശ രാജ്യങ്ങൾ അത് വളരെ ഉയർന്ന ഒരു മീഡിയൻ ഏജിലാണ്. ഇപ്പോൾ ഈ കോൺഫറൻസിലുള്ള ജർമ്മനി, അവിടുത്തെ മീഡിയൻ ഏജ് 47. ജപ്പാനാണെങ്കിൽ 49. അപ്പോൾ യൂറോപ്പ് അല്ലെങ്കിൽ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ കൂടുതൽ പ്രായമായ ആളുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള തൊഴിൽ രംഗത്തുണ്ടാവുന്ന അവസരങ്ങൾ എന്തൊക്കെ, ആ അവസരങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് കേരളീയരുടെ വൈദഗ്ധ്യം എങ്ങനെ പ്രയോജനപ്പെടുത്താം. ഇപ്പോൾ ആരോഗ്യ, വിദ്യാഭ്യാസ, IT മേഖലകളിൽ കേരളം നേടിയ വലിയ പുരോഗതി അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ മലയാളികൾക്ക് കൂടുതൽ നാട്ടിലും പുറത്തും കൂടുതൽ തൊഴിൽ ഉണ്ടാക്കാമെന്ന വലിയ ഒരു പദ്ധതിയാണ് കേരള ഗവൺമെൻറ് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കണ്ടെത്തുക എന്ന് പറയുന്ന വലിയൊരു പ്രക്രിയയിലാണ് കേരളം ഏർപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള വൈദഗ്ധ്യം എല്ലാവർക്കും നൽകുക, അതും പ്രധാനമാണ്. നേരത്തെയൊക്കെ പാരമ്പര്യമായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രധാനമായിട്ട് വേണ്ട ശേഷികൾ കമ്മ്യൂണിക്കേഷൻ, മെമ്മറി, ഒബ്സർവേഷൻ, അനാലിസിസ്, ഡിസിഷൻ മേക്കിംഗ് ഇത്തരത്തിലുള്ള ശേഷികൾ ആയിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് കൂടുതൽ സോഫ്റ്റ് സ്കിൽസ്, അതായത് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ സ്കിൽസ്, എൻട്രപ്രനൂറിയൽ സ്കിൽസ് ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സ്കിൽസ്, ഈ വൈദഗ്ധ്യങ്ങൾ കിട്ടുന്ന രീതിയിൽ നമ്മുടെ യുവാക്കളെ സജ്ജീകരിക്കാനുള്ള പരിശീലന സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ തന്നെ അത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള പരിശ്രമങ്ങൾ ഇതെല്ലാം സംസ്ഥാന ഗവൺമെൻറ് വളരെ ഊർജിതമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഈ രംഗത്ത് നമ്മൾ ആരോഗ്യരംഗത്ത് തന്നെ കേരളം
ഒരു മാതൃകയായ എന്ന നിലയിൽ കോവിഡ് മഹാമാരിയുടെ സമയത്തും അതിന് മുമ്പും പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ കേരളീയരായിട്ടുള്ള ആളുകൾ ഈ രംഗത്ത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും തന്നെ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയുമാണ്. അപ്പോൾ ഈ വിവിധ മേഖലകളിൽ IT കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തൊഴിൽ രംഗങ്ങൾ, IT പോലെയോ അല്ലെങ്കിൽ റോബോട്ടിക്സ് പോലെയോ ഡാറ്റ അനലിറ്റിക്സ് പോലെയൊക്കെയുള്ള മേഖലകൾ, അവിടെയും നമ്മൾ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. ഈ മേഖലകളിലെല്ലാം വളർന്നു വരുന്ന തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, അങ്ങനെ കേരളത്തെ ഒരു കൂടുതൽ വികസനത്തിലേക്ക് നയിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തെ മുൻനിർത്തി ഗവൺമെൻറ് പ്രവർത്തിക്കുമ്പോൾ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു സംവിധാനം, പശ്ചാത്തല സംവിധാനം അത് ഒരുക്കുന്ന കാര്യത്തിൽ, അതിന് ആവശ്യമായ പ്രോജക്റ്റുകൾ ഇവിടെ നടപ്പാക്കുന്ന കാര്യത്തിൽ, അത് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലാണെങ്കിലും അതിനെല്ലാം വളരെ വലിയ ബൃഹത് പദ്ധതികൾ, നവകേരള നിർമ്മാണത്തിനുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓവർസീസ് ഉണ്ടാവുന്ന അവസരങ്ങൾ അത് ഉപയോഗിക്കാൻ, അതുപോലെ തന്നെ നമ്മൾ വിദേശത്ത് പോകുന്ന മലയാളികളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ, ഈ കാര്യങ്ങളിലെല്ലാം നോർക്ക വളരെ സ്തുത്യർഹമായ ഒരു പ്രവർത്തനമാണ് നടത്തി വരുന്നത്. നോർക്കയുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളിൽ, അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ മലയാളികളെ പ്രാപ്തരാക്കുന്ന കാര്യങ്ങളിൽ, അതിന് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സംവിധാനങ്ങൾ നാട്ടിൽ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ, ഇതിലെല്ലാം ഒരു യോജിച്ച, മറ്റ് വകുപ്പുകളുമായിട്ട് ചേർന്ന് യോജിച്ച ഒരു പ്രവർത്തനം വരും കാലങ്ങളിൽ നടത്തേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മലയാളികളായിട്ടുള്ള വിദേശത്ത് പ്രവർത്തിക്കുന്ന വ്യവസായ പ്രമുഖരാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, സമുന്നതരായ വ്യക്തികൾ ഇക്കാര്യത്തിൽ വളരെയധികം താല്പര്യമെടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വികസന രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്കാണെങ്കിലും അതുപോലെ തന്നെ കേരളീയരുടെ തൊഴിൽ രംഗത്തുള്ള സാധ്യതകൾക്കാണെങ്കിലും വളരെയധികം താല്പര്യത്തോടെ, സഹകരണത്തോടെ അതിൽ സംസ്ഥാനവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഡയസ്പോറ അതാണ് നമുക്കുള്ളത്. അത് കേരളത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പം ഇന്നത്തെ ഈ യോഗത്തിൽ തന്നെ നമ്മുടെ മലയാളികൾ, വിദേശത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാളികൾ, അവരുടെ ശ്രമഫലമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇതിനകത്തും പുറത്തും നമുക്ക് വലിയ പുരോഗതി നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ കോൺഫറൻസ് വഴി ഉണ്ടാകുന്ന ആശയങ്ങൾ അത് നല്ല രീതിയിൽ നടപ്പാക്കുകയും അങ്ങനെ തൊഴിൽ രംഗത്തും അതുപോലെ നമ്മുടെ വികസന രംഗത്തും വലിയൊരു കുതിച്ചുചാട്ടം കേരളത്തിന് നടത്താനായിട്ട് കഴിയുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത്. ബഹുമാനായ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് യോഗങ്ങൾ സ്ഥിരമായിട്ട് കൂടുകയും അതനുസരിച്ച് ഇത്തരം പ്രോജക്റ്റുകൾ വളരെ ഗതിവേഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്.